അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഞാൻ ഡോക്ടർ അശോകൻ. സർ പറഞ്ഞോളൂ. ഈ നമ്മള് ശരിക്കും പറഞ്ഞാല് രാവിലെ ഒരു ചായ കിട്ടും എന്നതിന് പാലിന് പ്ലാസ്റ്റിക് കവറിലാണ് നമുക്ക് കൈ കിട്ടുക. പണ്ടൊക്കെ ഞാനൊക്കെ വീട്ടില് കുപ്പി കൊണ്ടുവെക്കും, അര ലിറ്റർ കുപ്പി 1 ലിറ്റർ കുപ്പിയായിരുന്നു. അപ്പൊ അത് തന്നെ കൈ തിരിച്ചു കൊടുക്കുകയും അതിനകത്ത് തിരിച്ചു പാല് വരികയായിരുന്നു ചെയ്തത്. മിൽമയുടെ പോലെയുള്ള സ്ഥലത്തുനിന്ന് തന്നെയായിരുന്നു വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഇത് എല്ലാം പ്ലാസ്റ്റിക് കവറിലായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1000 വീടുകളുണ്ടെങ്കിൽ 1000 കവറിലെ പ്ലാസ്റ്റിക് എല്ലാ ദിവസവും വരികയാണ്. മാത്രമല്ല ഇവിടെ ടിപ്സ് കിട്ടുന്നതും അങ്ങനത്തെ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ പ്ലാസ്റ്റിക് കവറിലാണ്. എല്ലാ സാധനവും ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക് കവറിലാണ്. എല്ലാം പ്ലാസ്റ്റിക്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം തന്നെ കണ്ടമാനം പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഇപ്പോ ഉള്ള സർക്കാർ പറയുന്നത് നമ്മൾ തന്നെ അറിഞ്ഞ് ഇത് കെട്ടി വെച്ച് ആരെങ്കിലും കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നെങ്കിൽ കൊള്ളാം. പക്ഷെ വീട്ടിൽ വരുന്നില്ലേ? വരുന്നുണ്ട്. ഇപ്പൊ ഹരിതകർമ്മസേന വന്നിട്ട് അത് കെട്ടി ചാക്കുകൾ ഓരോ ജംഗ്ഷനിൽ ഇരിക്കുകയാണ്. ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ആ ശ്മശാനത്തിന്റെ സൈഡിലുള്ള സ്ഥലത്ത് ഈ കൊച്ചിയിലെ കാര്യം പറഞ്ഞ പോലെ കൂടി കിടക്കുകയാണ്. അതെനിക്കൊരു മാറ്റം വരുമെന്ന് തോന്നുന്നു. കോർപ്പറേഷനിൽ അതൊക്കെ ചർച്ചയായെന്ന് തോന്നുന്നു ആ വിഷയമൊക്കെ. ഇതെവിടെ കൊണ്ടുപോകും എന്നറിയാൻ വയ്യ. ഇത് മാറ്റിക്കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്താലേ പുതിയത് ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും അവിടത്തേക്ക് വരണമല്ലോ. ഇത് മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതുപോലെ തന്നെ നമ്മള് പണ്ടൊക്കെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലൊക്കെയാണ് ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഒരുപക്ഷെ എല്ലാ ദിവസവും ഇറച്ചി ഉണ്ടാവും. സുലഭമാണ്. ഇത് അതിന്റെ ഈ ഇറച്ചി എന്ന് പറയുന്ന വ്യക്തി ക്ലീൻ ആക്കിയിട്ട് വരണമല്ലോ. അപ്പൊ ക്ലീൻ ആക്കിയ ഫുഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം ആ വേസ്റ്റ് കൊണ്ട് രാത്രിയാകുമ്പോ സൗകര്യമായിട്ട് ഒരു ചാക്കി കെട്ടി ഏതെങ്കിലും സൗകര്യം പോകുന്ന വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നതാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ അഷ്ടമുടി കായല് ഒരു റാംസർ സൈറ്റാണ്. ഇന്റർനാഷണൽ പേര് കേട്ടിട്ടുള്ള ഒരു സൈറ്റാണ്. ആ സൈറ്റിലോട്ട് അതിനകത്തോട്ട് തള്ളിക്കളയുമ്പോ ആരും അറിയില്ലല്ലോ, വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണല്ലോ എന്നാണ് ധാരണ. ഈ രീതിയിലുള്ള നമ്മളൊരു വിദ്യാഭ്യാസം ഉള്ള ഒരു ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമല്ലോ കേരളം. മറ്റുള്ളവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല, ഇവിടെയാണ് വിദ്യാഭ്യാസം ഉള്ള എന്നാണ് പറയുന്നത്. ആ വിദ്യാഭ്യാസം ഉള്ള സ്റ്റേറ്റില് ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വിദ്യാഭ്യാസം തന്നെ ഈ രീതിയിലാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ വലുതല്ലേ തന്നെ ഈ ദൂരയാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ കുറെ അധികം നാൾ മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ അല്ലെങ്കിൽ സംവിധാനം ഇല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊല്ലത്ത് ഏതോ ഒരു കോടി രൂപയ്ക്ക് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് ബസ് ആണ്ടാമുക്കൻ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല, പ്രവർത്തിക്കുന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞു. ഈ ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. കാരണം കാര്യമൊന്നും നടക്കില്ല. അതിനകത്തൊരു കാഫറ്റേറിയ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാനുള്ള സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത്. മൂത്രം ഒഴിക്കാം, അതുപോലെ റെസ്റ്റ് എടുക്കാം, അതുപോലെ ഒരു കാഫറ്റേറിയ. ഇതൊക്കെ പ്രൈവറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താണ് AI ക്യാമറ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കോൺട്രാക്ടിനകത്ത് ആർക്കാണ് പോകുന്നത് എന്ന് അറിയാൻ പറ്റില്ല. അല്ല, ഇതിനകത്ത് ഇപ്പൊ ഡോക്ടർ ഇത് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഇതൊക്കെ ഈ ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിലാണോ ഇത് ഉള്ളതെന്ന് കൂടി, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് പോകുന്ന സ്ഥലത്തൂടെ അതിന്റെ ഒരു സ്ഥലത്താണെങ്കിൽ, ഒരു പ്രത്യേക സ്ഥലത്താണെങ്കിൽ അത് കുറച്ചുകൂടെ പ്രയോജനപ്പെടും അല്ലേ? ഒരു റെസ്റ്റിംഗ് പ്ലേസ്. ആണ്ടാമുക്കത്ത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരാള് എവിടെയാണ് ഈ ടേക്ക് ബ്രേക്ക് എന്ന് ചോദിച്ചാൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്താണെങ്കിലും വേണ്ടില്ല. ഇതിപ്പം ഈ ആണ്ടാമുക്കത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ വന്നിട്ട് ഇത് ഉപയോഗിക്കണം. ഇതുപോലെ തിരുവനന്തപുരത്തോട്ട് പോകുമ്പോ നമ്മുടെ കുമാരനാശാന്റെ തോന്നയ്ക്കൽ ആ സ്മാരകത്തിന്റെ തൊട്ടടുത്ത് ഒരു ടേക്ക് ബ്രേക്ക് ഉണ്ട്. ഒരു ദിവസം നമ്മൾ തന്നെ അങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ച അതിനകത്തൊന്ന് കയറാം, നമ്മളെ ആവശ്യം കാര്യം സാധിക്കാനായിട്ട് വേറെ എവിടെയോ ചെയ്യാതെ ഇവിടെ വന്നു. എന്നിട്ട് എന്താ അത് പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാം ഉദ്ഘാടനം മാത്രമേ കഴിയുന്നുള്ളൂ അല്ലേ? ഉപയോഗം മാത്രമേ ഇതൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. ഇനി ഇത് വന്നാലോ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ടാങ്കൊക്കെ നിറഞ്ഞ് വെളിയിലോട്ട് പൊട്ടി ഒലിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പൊ പിന്നെ നാട്ടുകാർ മൂക്ക് പൊത്തി നടക്കേണ്ട അവസ്ഥ.
ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പണ്ടൊക്കെ ഹാസ്യമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, കൊല്ലത്തോട്ട് വരുമ്പോ അതിന്റെ ബോർഡർ എത്തുമ്പോ കൊല്ലത്തിന്റെ അതിർത്തി എത്തി എന്ന് പറയുന്നത് നേവറത്ത് കണ്ണില്ലാത്തവർക്കും മൂക്കുള്ളവർക്കെല്ലാം മനസ്സിലാവും നേവർ എത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ഈ ബോർഡർ സിറ്റി കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. എങ്ങനെയാണ് ശരിയാവുക? 24-ലെല്ലാം ശരിയാവും, ഓൾ കേരള സ്റ്റേറ്റ് ശരിയാവും എന്നാ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിട്ടിരിക്കാൻ 24 പറയും 26. ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ ഈ ഓരോ പൗരനും ഇതിനകത്ത് ഒരു മുൻകൈ എടുക്കേണ്ട ഒരു അല്ലെ, സ്വന്തമായിട്ട് ഇതിനകത്ത് ഒരു പങ്കാളിത്തം അല്ലെ സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഈ സർക്കാർ, കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇവരാണ് ചെയ്യേണ്ടത്. ഇവർ വന്ന് മാലിന്യം എല്ലാം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ. ഇത് ഞങ്ങളല്ലെങ്കിൽ കവറിനകത്താക്കി എവിടെയെങ്കിലും തുറന്ന സ്ഥലം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊണ്ടിടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ ഒരു സ്വഭാവമാണ്. അതായത് വലിയ മാന്യന്മാരാണ് എല്ലാം ഈ പറഞ്ഞ വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ കൌൺസിലർ എന്ന് പറയുന്ന അയാൾക്കൊരു കൊച്ചു ഏരിയയേ ഉള്ളൂ. ആ എല്ലാ വീടുകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങേരെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ എനിക്ക് പുതിയ പദ്ധതി ആരംഭിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ തീരുമാനമൊക്കെ ആയെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ എല്ലാം ഇങ്ങനെ അനുസരിക്കാത്തവരെ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ പരിപാടിയുണ്ട്. അതെ, ചൂരലും എടുക്കുമ്പോ ഇപ്പൊ നടക്കും. ഇത് ചെയ്താൽ പൈസ കൊടുത്തില്ലെങ്കിൽ ഞാൻ അടിക്കും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ നമ്മൾ അടിച്ച് പഠിപ്പിക്കുന്നതിനല്ല, മര്യാദ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെങ്കു പനി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനി വരും, അതുപോലെ വേറെ അസുഖങ്ങൾ പലതും വരും, കൊതുകുജന്യ രോഗങ്ങൾ വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഓരോ കൌൺസിലറും ഇറങ്ങി അയാളുടെ ഏരിയയിൽ ഇക്കാര്യം ചെയ്യണം. അവരുമായിട്ട് നല്ല സോഷ്യൽ ടൈപ്പ് വേണം. അല്ലാതെ ഞാൻ ഇല്ലെങ്കിൽ അടിക്കും എന്ന് പറഞ്ഞിട്ട് ചൂരലുമായിട്ട് നിന്നാൽ പറ്റില്ല. അതാണ് ചെയ്യേണ്ടത്. അല്ല സ്റ്റേറ്റിലും ഒരു മന്ത്രി ഇരുന്നവിടെ ഞാൻ 25 എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഓരോ കൌൺസിലറും വിചാരിക്കണം, ഓരോ പഞ്ചായത്ത് മെമ്പറും വിചാരിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ പോരാ. അത്തരത്തിലുള്ള ഒരു കോർഡിനേറ്റഡ് കാര്യം നടത്തിയാലേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് താഴെത്തട്ടില് അല്ലേ ഇത് എത്തിച്ചേരണം, ഈ മെസ്സേജ് എത്തിച്ചേരണം, ഇംപ്ലിമെന്റ് ചെയ്യണം ഗ്രൗണ്ട് ലെവലില്. അപ്പൊ ഞാനൊരു ഡോക്ടറാണെന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ പല പ്രാവശ്യം ഇതേപോലൊരു കൌൺസിലറായിട്ട് ഞാനൊരു റൂറൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അതിലൊരു സാധാരണ വാർഡ് മെമ്പറാകണം എന്ന് വിചാരിച്ച് നമ്മൾ ഇലക്ഷന് നിൽക്കുമ്പോൾ നമുക്ക് വോട്ട് കിട്ടില്ല. കാരണം നമ്മളെങ്ങനെ വോട്ട് കിട്ടുക? നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ആ രീതിയിലാണ് വോട്ട് ആളുകൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുകയല്ലാതെ നമ്മൾ ഒരു ആ സ്ഥലത്ത് വരികയാണെങ്കിൽ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ആൾക്കാരെല്ലാം മറ്റേ രീതിയിൽ പാർട്ടി പിടിച്ചു പോവുകയാണ്. അതുകൊണ്ട് അത്തരത്തില് എനിക്ക് മന്ത്രിയാവണമെന്നല്ല, എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ ആയാൽ മതി എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എന്നോട്ട് മുകളിലത്തെ ഒരു സാധനം ആവണ്ട. കാരണം ഈ ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. പക്ഷെ അതിന് ജനങ്ങൾ കൂടെ വിചാരിച്ചേ പറ്റുള്ളൂ. നമ്മൾ ജയിക്കാതെ നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും? ഇത് പറഞ്ഞാൽ ഒന്നും ആരും കേൾക്കുന്നില്ല. പണ്ടേ തന്നെ ഇതിനൊക്കെയുള്ള നല്ല പ്ലാനിങ്ങോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതികളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും നമ്മളെ വിളിച്ചെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു വിളിക്കാനൊരു ചാൻസ് കിട്ടിയപ്പോ അതിനകത്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. കുറെ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ. എന്തായാലും വളരെ കോംപ്രിഹെൻസീവ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.